Hello everyone, my name is Ainsley and you're watching Way to Study Table. Today, we're going to see the full explanation of our second chapter, Medieval India Society, Resource and Trade. Now, we will discuss yes, മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം. ഈ പാഠഭാഗത്തിലെ complete explanation ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. Okay, so എന്താണ് ഈ chapter എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. Okay, so simple ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. Okay, so കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? Yes, first chapter നമ്മൾ complete ചെയ്തു. ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ യെസ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് സ്റ്റാൻഡേർഡ് 6 എടുത്ത് നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ അതിലെ കംപ്ലീറ്റ് എല്ലാ എക്സ്പ്ലനേഷനും ക്വസ്റ്റൻ ആൻസേഴ്സ് ലെറ്റേഴ്സ് ആൻസേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് എല്ലാം കിട്ടും. ഓക്കെ, സോ രണ്ടാമത്തെ പാഠം, ആദ്യത്തെ പാഠം നമ്മൾ നോക്കിയത് മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയിലുള്ള അധികാര കേന്ദ്രങ്ങളെ കുറിച്ചായിരുന്നു അല്ലെ. ഡൽഹി ആയിരുന്നു അവർ സെന്റർ ആയിട്ട് തിരഞ്ഞെടുത്തത് അധികാരം നടത്താൻ. ഏതൊക്കെ ഭരണാധികാരികളായിരുന്നു, റൂളേഴ്സ് ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് അല്ലെ. മുഗൾ ചക്രവർത്തികൾ, സൽത്തനേറ്റ് ഭരണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ മധ്യകാലഘട്ടത്തില് എങ്ങനത്തെ സമൂഹമായിരുന്നു, എന്തൊക്കെ വിഭവമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, എങ്ങനെയായിരുന്നു വിനിമയങ്ങളൊക്കെ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. കഴിഞ്ഞ ചാപ്റ്ററിനെക്കാളും ഇച്ചിരി ഈസിയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കുറെ പേരൊക്കെ പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. സോ ഈ ചാപ്റ്റർ അതിനേക്കാളും എളുപ്പമാണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. Hindustan is a wonderful land. Compared to other countries, it is entirely different. The mountains, rivers, forests, and deserts here are unique. The animals, plants, people, languages, rain, and wind are all diverse. Baburnama. ഇവിടെ നമ്മൾ എന്താ വായിച്ചത്? ഹിന്ദുസ്ഥാൻ യെസ് അത്ഭുതം ഉളവാക്കുന്നൊരു ഭൂഭാഗമാണ്. ഏത്? നമ്മളുടെ സ്വന്തം ഇന്ത്യ. ഓക്കെ, മറ്റ് രാജ്യങ്ങളുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇത് തികച്ചും യെസ് ഭയങ്കര ഡിഫറെന്റ് ആണ്, വ്യത്യസ്തമാണ് എന്ത് നമ്മളുടെ രാജ്യമായ ഇന്ത്യ. ദ മൗണ്ടൻസ്, അതായത് നമ്മുടെ ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടുത്തെ പർവ്വതങ്ങൾ, ഇവിടുത്തെ നദികൾ, കാടുകൾ, മരുഭൂമികൾ, ഇതെല്ലാം വ്യത്യസ്തമാണ്. ഇവിടുത്തെ ഈ മൃഗങ്ങളും ചെടികളും ജനങ്ങളും ഭാഷകളും മഴ കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് എവിടെ എഴുതിയിരിക്കുന്നതാണ്? ബാബർനാമയിൽ എഴുതിയിരിക്കുന്നതാ. The description given above is taken from Baburnama, the memoir of the Mughal Emperor Babur. യെസ്, മുഗൾ ചക്രവർത്തി ബാബറിന്റെ ഓർമ്മക്കുറിപ്പായ ബാബർ നാമത്തിൽ നിന്നാണ് ഉള്ള ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ച ഈ ഒരു മുകൾ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, വാട്ട് ഇൻഫർമേഷൻ ക്യാൻ യു ഗ്യാദർ അബൌട്ട് ഇന്ത്യ ഫ്രം ഇറ്റ്? ഈ ഒരു ഡിസ്ക്രിപ്ഷനിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് ഇന്ത്യയെ കുറിച്ച്? യെസ്, വ്യത്യസ്തമായ ഒരു വണ്ടർഫുൾ ലാൻഡ് ആണ് നമുക്ക് മനസ്സിലായി അല്ലെ. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലായി? പർവ്വതങ്ങൾ, റിവേഴ്സ്, ഫോറസ്റ്റ്, ഡെസേർട്സ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടുത്തെ ഭാഷ വിവിധമാണ്, മഴ, കാറ്റ്, ജനം എല്ലാം കൊണ്ടും വൈവിധ്യമാർന്നതാണ് ഇന്ത്യ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലേ. Babur speaks about the diversity and resources of India. It is this diversity and prosperity that attracted the foreign travelers to India during the medieval period. അതായത് ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ് ബാബർ ഇവിടെ വിശദീകരിക്കുന്നത്. ഓക്കെ, ഡൈവേഴ്സിറ്റിയും അതുപോലെ വിഭവങ്ങൾ റിസോഴ്സസുമാണ് ഇവിടെ ബാബർ പറഞ്ഞിരിക്കുന്നത്. ഈ വൈവിധ്യങ്ങളും വിഭവ സമൃദ്ധിയുമാണ് സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫോറിൻ ട്രാവലേഴ്സ് ഇങ്ങോട്ട് വരുന്നത്? ഇവിടുത്തെ ഈ വൈവിധ്യങ്ങൾ കാരണവും ഇവിടുത്തെ റിസോഴ്സസ് കാരണമാണ് ഫോറിനേഴ്സ് ഇങ്ങോട്ട് അട്രാക്ട് ആവുന്നത്. ഓക്കെ, the travelogues helps us to comprehend the socio-economic conditions of that period. അതായത് യെസ്, അക്കാലത്തെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കുന്നതിന് അവരുടെ സഞ്ചാരക്കുറിപ്പുകൾ സഹായിക്കുന്നു. ട്രാവലോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് യാത്ര ചെയ്യുമ്പോൾ, അപ്പം ഫോറിനേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും? കുറിപ്പ് എഴുതി വെക്കും. ഓക്കെ, അവരുടെ സഞ്ചാരക്കുറിപ്പുകൾ പോലെ എഴുതി വെക്കും. അതിനെയാണ് നമ്മൾ ട്രാവലോഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും പണ്ട് കാലത്ത് ഇന്ത്യ എങ്ങനെയായിരുന്നു, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എന്നൊക്കെ നമുക്ക് ഈ കുറിപ്പുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് പേജിലേക്ക് കടക്കുന്നതിന് മുൻപ് യെസ്, മൈ സെക്കൻഡ് ചാനലായി കേരള സിലബസ് ടോക്സ് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ യെസ്, നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കാണാം. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇടാം. ആ ഒരു ചാനലിലെ എല്ലാ ദിവസമുള്ള ഡെയിലി വിക്ടേഴ്സ് വർക്ക്സ്, ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ എന്ത് തന്നെയായിരുന്നാലും മലയാളം ഒഴിച്ചുള്ള വിഷയങ്ങളെല്ലാം ഞാൻ ആ ഒരു എന്റെ പുതിയ ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഓൾറെഡി ഒരുപാട് നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് നോക്കിയെടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ചാനലിൽ അത് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ വിക്ടേഴ്സ് ക്ലാസ് നിങ്ങൾക്ക് ഡെയിലി ഉള്ളത് കേരള സിലബസ് ടോക്സ് എന്ന സെക്കൻഡ് ചാനലിൽ ഡെയിലി ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡെയിലി അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ വർക്കുകൾ ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, സോ കുറെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ ആൻഡ് ആർട്ടിസൻഷിപ്പ്, അതായത് കൃഷിയും കൈത്തൊഴിലും. ആർട്ടിസൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈത്തൊഴിൽ.
For farming cereals and grazing cattle, land revenue and grazing tax were to be paid to the rulers. അതായത് ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും അതുപോലെ തന്നെ കന്നുകാലികളെ മേയ്ക്കുന്നതിനും എന്ത് ചെയ്യണം? ഈ ഭരണം നടത്തുന്നവരുണ്ടല്ലോ അവർക്ക് എന്ത് കൊടുക്കണം? അവർക്ക് ടാക്സ് കൊടുക്കണം. ഭൂമിക്കരവും അതുപോലെ തന്നെ മേച്ചിൽക്കരവും കൊടുക്കണം. ലാൻഡ് റവന്യൂവും കൊടുക്കണം, ഭൂമിക്കുള്ള ടാക്സും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേസിംഗ് ടാക്സും മേച്ചിൽ കരവും കൊടുക്കേണ്ടതുണ്ടായിരുന്നു. Similarly, tax was to be paid on income from trade. അതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്നും നികുതി അടയ്ക്കണമായിരുന്നു. 1/6 of the income was to be spent for the protection of the country. പിന്നെന്താ പറയുന്നത്? വരുമാനത്തിന്റെ ഇൻകത്തിന്റെ 1/6 1/6 എന്ന് പറഞ്ഞത് 1/6 നാടിന്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. ഇത് എവിടെ എഴുതിയ കുറിപ്പാണിത്? അൽ-ബിറൂനി. നോക്കിയേ, given above is an extract from the travelogue of Al-Biruni, traveler who reached India from Central Asia. നമ്മൾ ഇപ്പൊ വായിച്ച ഈ ഒരു കുറിപ്പുണ്ടല്ലോ, ഇതെന്താണ്? മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തിയ അൽ-ബിറൂനി എന്ന സഞ്ചാരിയുടെ വിവരണങ്ങളിൽ നിന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ മുകളിൽ ഇപ്പൊ വായിച്ചത്. ഓക്കെ, what are the occupations and taxes mentioned in this description? യെസ്, ഇവിടെ പരാമർശിച്ചിട്ടുള്ള തൊഴിലുകളും നികുതികളും ഏതൊക്കെയാ ഇവിടുത്തെ പ്രധാന തൊഴിലുകൾ നമ്മൾ കണ്ടത്? ഫാമിംഗ് ഉണ്ട്, ഗ്രേസിംഗ് കാറ്റിൽ ഉണ്ട് അല്ലെ. നികുതി ഏതൊക്കെയായിരുന്നു? ലാൻഡ് റവന്യൂ, ഗ്രേസിംഗ് ടാക്സും. ഈ രണ്ട് നികുതിയാണ് നമ്മളിവിടെ വായിച്ചത് അല്ലെ. Agriculture was the chief occupation of the people of medieval India. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? കൃഷിയായിരുന്നു. Cotton, cereals, pulses, indigo, sugarcane, etc. were the major crops. എന്തൊക്കെയായിരുന്നു അവരുടെ പ്രധാന വിളകള്? ക്രോപ്സ് എന്തൊക്കെയായിരുന്നു? അവരുടെ പ്രധാന വിളകളായിരുന്നു പരുത്തി, ധാന്യങ്ങൾ, അതുപോലെ എന്താ പയറുവർഗ്ഗങ്ങൾ, പിന്നെന്താ നീലം, ഇൻഡിഗോ എന്ന് പറഞ്ഞത് നീലം, പിന്നെ കരിമ്പ്. ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാന വിളകള്. In this period, there was plenty of cultivable land in India that was kept uncultivated. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് പറ്റിയായിരുന്നു? കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ഒരുപാടുണ്ടായിരുന്നു. അല്ല, അടിപൊളി കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എല്ലായിടും കൃഷി ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല. ചില സ്ഥലങ്ങളിൽ എന്തില്ലായിരുന്നു? അൺകൾട്ടിവേറ്റഡ്, അതായത് കൃഷി ഇറക്കുന്നില്ലായിരുന്നു. Those who first cultivated in such land were granted its ownership right. അതായത് ഇവിടെ എന്താ പറയുന്നത്? ഇത്തരം ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് എന്തായിരുന്നു? അതിന്റെ ഉടമാവകാശം ഉണ്ടല്ലോ, ഓണർഷിപ്പ് റൈറ്റ്, അങ്ങനെയുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. The hardworking farmers tried to win the ownership of such lands in this way. അങ്ങനെ എന്ത് പറ്റി? ഇപ്രകാരം കൃഷിഭൂമിയുടെ ഉടമാവകാശം ഉണ്ടല്ലോ, ആ ഒരു ഓണർഷിപ്പ് റൈറ്റ് എന്ത് ചെയ്തു? അത് നേടാൻ വേണ്ടി കർഷകര് കഷ്ടപ്പെട്ടവര് ശ്രമിച്ചു അതിനുവേണ്ടി. ഓക്കെ, let us see the steps taken by the rulers for the progress of agriculture. ഇനി നമുക്ക് നോക്കാം കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയായിരുന്നു? arrange irrigation facilities. അവരെന്ത് ചെയ്തു? ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. supplied seeds, വിത്തുകൾ അവർ വിതരണം ചെയ്തു. അതുപോലെ തന്നെ granted tax relaxation, നികുതി ഇളവുകളും ആര് നൽകി? അവിടുത്തെ റൂളേഴ്സ് കൃഷിക്ക് വേണ്ടി കൃഷിക്കാർക്ക് നൽകിയിരുന്നു. കുറെ ഇങ്ങനത്തെ ഫെസിലിറ്റീസ്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണെന്ന് ചോദിച്ചാൽ മനസ്സിലായല്ലോ, 3 ഫെസിലിറ്റീസ് ആണ്. ഓക്കെ, in the medieval period, the officers were given land as wages. മധ്യകാലഘട്ടത്തില് ഉദ്യോഗസ്ഥർക്ക് ഓഫീസർക്ക് വേതനമായി എന്താ കൊടുത്തിരുന്നത്? ഭൂമിയായിരുന്നു പതിച്ചു കൊടുത്തിരുന്നത്. ഓക്കെ, this system was known as iqta during the Sultanate period and jagidari during the Mughal period. ഇതൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് കേട്ടോ. ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഈ ഒരു സമ്പ്രദായം, അതായത് ഓഫീസേഴ്സിന് അവർക്ക് ശമ്പളത്തിന് പകരം, അവർക്ക് വേതനത്തിന് പകരം അവർക്ക് എന്താ കൊടുക്കുന്നത്? യെസ്, ഭൂമിയാണ് പതിച്ചു കൊടുക്കുന്നത്. സോ ഈ ഒരു സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്? സൽത്തനേറ്റ് കാലഘട്ടത്തിൽ അവർ ഈ ഒരു സിസ്റ്റത്തിനെ പറഞ്ഞിരുന്നത് ഇക്ത എന്നാണ്. അതുപോലെ മുഗൾ കാലഘട്ടത്തിൽ എന്ത് പേരിൽ അറിയപ്പെട്ടത്? ജാഗിർദാരി സിസ്റ്റം എന്നാണ് അറിയപ്പെട്ടത്. ഓക്കെ, സോ രണ്ട് സിസ്റ്റം ഒന്ന് തന്നെയാ, പക്ഷെ കാലഘട്ടങ്ങൾ മാറിയപ്പോൾ ഓരോ പേരിലാണെന്നേ ഉള്ളൂ. ഓക്കെ, എന്താണെന്ന് മനസ്സിലായല്ലോ? അത് അത്രേ ഉള്ളൂ. അത് In addition to agriculture, many occupations for making agricultural tools existed in villages. What might be they discuss? അതായത് ഇവിടെ എന്താ പറയുന്നത്? കൃഷിയോടൊപ്പം തന്നെ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില കൈത്തൊഴിലുകളും ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നു. അവ ഏതൊക്കെയെന്നൊന്ന് ചർച്ച ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ കൃഷി മാത്രമായിരുന്നോ? അല്ല, മെറ്റൽ വർക്കുകൾ ഉണ്ടായിരുന്നു, പിന്നെന്താ പോട്ടറി വർക്ക്, കളിമൺ പാത്രങ്ങൾ, അങ്ങനെ പിന്നെന്താ ഗ്രേസിംഗ് കാറ്റിൽ അല്ലെ, മേച്ചിൽപ്പുറങ്ങളിൽ നമ്മുടെ കന്നുകാലി വളർത്തല്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കൃഷി മാത്രമായിരുന്നോ? അല്ല. വീവിംഗ് ആൻഡ് അതർ ഹാൻഡിക്രാഫ്റ്റ്സ് were the major occupations in towns. പ്രധാന തൊഴിലുകള് പട്ടണങ്ങളിൽ ഏതായിരുന്നു? പട്ടണങ്ങളിലെ പ്രധാന തൊഴിലായിരുന്നു നെയ്ത്തും അതുപോലെ മറ്റ് കൈത്തൊഴിലുകൾ, നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന ഹാൻഡിക്രാഫ്റ്റ്സ് വർക്കും. The cotton, indigo and silk produced by the rural folks enriched the textile industry. അതായത് ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തിയും നീലവും പട്ടുനൂലും നെയ്ത്ത്
ഇതൊക്കെ വ്യവസായത്തെ വളരെ ശക്തമാക്കി. ഓക്കെ, എൻറിച്ച് എന്ന് പറഞ്ഞാൽ ശക്തമാക്കി. The Indian weavers produce garments of different colors and quality. നമ്മുടെ ഇന്ത്യൻ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. The garments made of silk, cotton and wool were important among them. അതായത് ഇവയിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയായിരുന്നു? പട്ട്, പരുത്തി, അതുപോലെ കമ്പിളി, ഇവ കൊണ്ടുണ്ടാക്കിയ തുണികളായിരുന്നു പ്രധാനപ്പെട്ടവ. New tools like spinning wheel and looms were used for weaving. ഇപ്പൊ നോക്കി ഇവിടെ എന്താ പറ്റിയത്? തുണി നെയ്ത്തിന് പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. ഏതൊക്കെയായിരുന്നു അത്? നൂല് നൂൽക്കാനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറികളും അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. ഓക്കെ, വീൽ എന്ന് പറഞ്ഞത് ചർക്ക, അതുപോലെ ലൂംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെയ്ത്തിനുള്ള തറികൾ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇൻഡിഗോ ആൻഡ് കളർ മിക്സ്ചേഴ്സ് were used for dyeing the textile. Indian textile won world acclaim. അതായത് തുണികളിൽ ചായം മുക്കുന്നതിന് നീലവും നിറക്കൂട്ടുകളും ഉപയോഗിച്ചു. ഡൈയിങ് എന്ന് പറഞ്ഞാൽ അറിയില്ല, ഈ തുണിക്ക് നമ്മൾ കളർ കാണുന്നില്ലേ? ഓരോ കളർ തുണികൾ നമ്മൾ കാണുന്നില്ലേ? സോ അതൊക്കെ എങ്ങനെ ചെയ്യുന്നത്? ഡൈയിങ് ആണ്. ഓക്കെ, സോ ഡൈയിങ്ങിന് വേണ്ടി അവർ എന്താ ഉപയോഗിച്ചത്? നീലവും പിന്നെന്താ പല നിറങ്ങളുടെ നിറക്കൂട്ടുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ അക്കാലത്ത് തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടി. ഓക്കെ, സോ അത്രയും നല്ല ക്വാളിറ്റി സാധനങ്ങളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഓക്കെ, സോ സ്പിന്നിങ് വീൽ ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്താ കാണുന്നത്? കൃഷിക്കുള്ള ഒരു ഉപകരണമാണിത് അല്ലേ? വാട്ടർ വീൽ യൂസ് ഫോർ ഇറിഗേഷൻ. കർഷകർ ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്ന ജലചക്രമാണിത്. ഓക്കെ, ടൗൺസ് ആൻഡ് ട്രേഡ്, അതായത് നഗരങ്ങളും വാണിജ്യവും. The great town Vijayanagara is situated near steep mountain ranges. വിജയനഗരം എന്ന മഹാനഗരി എവിടെയാ? കിഴക്കാൻ തൂക്കായ മലനിരകൾക്കിടയിലായിരുന്നു. സിറ്റുവേറ്റഡ് നിയർ സ്റ്റീപ്പ് മൗണ്ടൻ റേഞ്ചസ്, അതായത് ഇങ്ങനെ കുത്തനെ ഇരിക്കുന്ന മലനിരകൾ. ഓക്കെ, there are attractive gardens and groves in this town. The markets of this prosperous town are full of costly goods. ഇത് ആര് പറയുന്ന? നിക്കോളോ കോണ്ടി പറഞ്ഞത്. ഇന്ത്യനെ കുറിച്ച് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇവിടെ ഭയങ്കര സമൃദ്ധിയാണ്. ഇവിടെ നോക്കിയിരുന്ന നഗരത്തിലെ അങ്ങാടികളിലെല്ലാം വില പിടിച്ച വസ്തുക്കളാണ് നിറഞ്ഞിരിക്കുന്നതെന്നൊക്കെയാണ് ആര് പറഞ്ഞത്? നിക്കോളോ കോണ്ടി പറഞ്ഞത്. നഗരത്തിൽ ആകർഷകരമായ ഉദ്യാനങ്ങൾ, അതായത് ഗാർഡൻ ഉണ്ട്, പൂന്തോട്ടമുണ്ട് എന്നൊക്കെ ആര് കണ്ടു? നിക്കോളോ കോണ്ടി എന്ന് പറഞ്ഞ ഒരു ഫോറിനർ നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോ കണ്ടതാ. ഇവിടുത്തെ കടകളിൽ ഇവിടെ കച്ചവടം ചെയ്യുന്നതൊക്കെ എന്താണ്? നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ, കോസ്റ്റ്ലി ഗുഡ്സ് ആണെന്നൊക്കെയാണ് ഇദ്ദേഹം കണ്ടെത്തിയത്. ഓക്കെ, have you read the description about Vijayanagara by Niccolo Conti, the Italian traveler who visited India? ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടി വിജയനഗരത്തെ കുറിച്ച് പറഞ്ഞ വിവരം നിങ്ങൾ കേട്ടില്ലേ? The agricultural progress created favorable conditions for the prosperity of trade and commerce. അതായത് കാർഷിക രംഗത്തെ പുരോഗതി വാണിജ്യം അഭിവൃദ്ധിപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി. ഓക്കെ, ട്രേഡിന് കൊമേഴ്സിനും ഒരു വഴിയൊരുക്കി. എന്താ വഴിയൊരുക്കിയത്? കൃഷിയുടെ പ്രോഗ്രസ്. ഓക്കെ, ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ലെതർ, ജെംസ്, സാൻഡൽ, മെറ്റൽസ്, പേൾ, ഐവറി എക്സെട്ര വെർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഇൻ ഫോറിൻ കൺട്രീസ്. അതായത് ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങളും തുണിത്തരങ്ങള്, തുകൽ, രത്നങ്ങൾ, ചന്ദനം, പിന്നെന്താ ലോഹങ്ങള്, മെറ്റെന്ന് പറഞ്ഞാൽ ലോഹങ്ങള്, പേൾ എന്ന് പറഞ്ഞാൽ എന്താ? മുത്ത്, ഐവറി എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പ്. ഇതൊക്കെ എന്തായിരുന്നു? പുറം നാടുകളില് ഫോറിൻ കൺട്രീസിലൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. ഇന്ത്യയുടെ ഈ സാധനങ്ങൾക്കൊക്കെ വെളി രാജ്യങ്ങൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. These commodities attracted traders to India. ഈ വിഭവങ്ങളാണ് വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. Several traders from different parts of the world reached India in the medieval period. ഇങ്ങനെ ഈ വിഭവങ്ങളൊക്കെ കണ്ടപ്പോഴേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കച്ചവടക്കാർ എവിടെ എത്തി? മധ്യകാലഘട്ടത്തില് ഇന്ത്യയിലെത്തി. അങ്ങനെ നോക്കി ആരൊക്കെ ഇവിടെ വന്നിരുന്ന കച്ചവടത്തിന്? The foreigners who engaged in trade with India. ഇന്ത്യയുമായി വ്യാപാരം നടത്തിയ പുറംനാട്ടുകാർ ആരെല്ലായിരുന്നു? ചൈനീസ്, അറബ്സ്, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ഓക്കെ, ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കാലിക്കോ ആൻഡ് കാലിക്കറ്റ് അല്ലെ? എന്താ ഇവിടെ? കോട്ടൺ ടെക്സ്റ്റൈൽസ് വെർ എക്സ്പോർട്ടഡ് ഫ്രം കാലിക്കറ്റ്. അതായത് കോഴിക്കോട് നിന്ന് പരുത്തി തുണിത്തരങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ദീസ് ടെക്സ്റ്റൈൽസ് വെർ നോൺ ആസ് കാലിക്കോ ഇൻ ദ യൂറോപ്യൻ മാർക്കറ്റ്. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, കോഴിക്കോട് വാസ് കോൾഡ് കാലിക്കറ്റ് ബൈ ദ യൂറോപ്യൻസ്. ഇവിടെ എന്താ പറയുന്നത്? കോഴിക്കോടിനെ യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നാണ് വിളിച്ചത്. ഓക്കെ, having to listen to the description of Indian towns by ഇബ്ന ബട്ടൂട്ട. അടുത്ത നോക്കിക്കേ, ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇബ്ന ബട്ടൂട്ടയുടെ എന്താണ് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത്? The towns in India are highly populous and wealthy. ഇനി വേറൊരു ട്രാവലർ ആണ്. ആര്? ഇബ്ന ബട്ടൂട്ട. അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയെ കുറിച്ച് എന്താ പറഞ്ഞത്? വലിയ ജനസംഖ്യ നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇവിടെ
ഇന്ത്യയിലുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹൈലി പോപ്പുലസ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കൂടുതലാണ്. വെൽതി എന്ന് പറഞ്ഞത് സമ്പന്നമായിട്ടുള്ള നഗരങ്ങളാണ് എവിടെ ഉള്ളത്, ഇന്ത്യയിലുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. The streets of the cities were flooded with diverse goods. അതായത് നഗരങ്ങളുടെ തെരുവോരങ്ങളിൽ എന്താ, വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങൾ ഉണ്ടായിരുന്നു. ഡൽഹി ആൻഡ് ദൗലതാബാദ് ആർ കളർഫുൾ സിറ്റീസ്. എന്നിട്ട് എന്താ കണ്ടത്, നമ്മുടെ ഡൽഹിയും ദൗലതാബാദും ഒക്കെ ഇന്ത്യയില് എന്താ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സിറ്റീസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. റാൽഫ് ഫിച്ച് അദ്ദേഹം എന്താ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത്, Agra, Fatehpur Sikri and Ahmedabad are bigger than London, the biggest city in the world. Delhi is a big and wealthy city. അദ്ദേഹം എന്താ പറഞ്ഞത് കണ്ടോ, ആഗ്രയും ഫത്തേപൂർ സിക്രിയും ഒക്കെ ഉണ്ടല്ലോ, അത് അഹമ്മദാബാദും ലോകത്തെ തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണെന്നാണ് ആര് പറഞ്ഞത്, റാൽഫ് ഫിച്ച് പറഞ്ഞത്. ഓക്കെ, ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ ഒരു നഗരമാണെന്നാണ് അദ്ദേഹം ഡൽഹിയെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, സോ ഓരോ ട്രാവലേഴ്സ് ഇന്ത്യ വന്നപ്പോൾ അവർ കണ്ട കാര്യങ്ങളാണ് അവർ ഓരോ കുറിപ്പുകൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ അതിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ വായിക്കാൻ കിട്ടിയത്. ഓക്കെ, having you listened to the descriptions of Indian towns by Ibn Battuta, the Moroccan traveler who visited during the Sultanate period, and Ralph Fish, the English traveler who visited during the Mughal period. അതായത് സൽത്തനറ്റ് ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയായിരുന്നു ആര്, ഇബ്ന് ബത്തൂത്ത. അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വന്ന ആളായിരുന്നു ആര്, റാൽഫ് ഫിച്ച്. അദ്ദേഹം ഇംഗ്ലീഷ് സഞ്ചാരിയാണ്. ഏതാണ്, ഇംഗ്ലീഷ് ട്രാവലർ ആണ് ആര്, റാൽഫ് ഫിച്ച്. അവരൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയിലെ നഗരങ്ങളെ കുറിച്ച് നൽകിയ വിവരങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. What information can you gather from them about the Indian towns of that period? Discuss. അതായത് ഇവയിൽ നിന്നൊക്കെ നമുക്ക് അക്കാലത്തെ നഗരങ്ങളെ കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്. അക്കാലത്തെ നഗരങ്ങളൊക്കെ വളരെ സമ്പത്തുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായല്ലേ. നോക്കിയേ, ടൗൺസ് ഡെവലപ്ഡ് അറൌണ്ട് ദ പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആൻഡ് മാർക്കറ്റ്സ്. അതായത് ഉൽപാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. ഡക്ക, പൈത്തൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര എക്സെട്ര വിത്ത് ടൗൺസ് ദാറ്റ് ഡെവലപ്ഡ് ദിസ് വേ. ഈ രീതിയിൽ ഇത്തരത്തിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ഏതൊക്കെയാ, ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര ഇങ്ങനെയുള്ള നഗരങ്ങൾ. Artisans, traders, officers, servants, slaves and so on constituted the urban population. അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ആർട്ടിസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൈത്തൊഴിലാളികൾ. അതുപോലെ തന്നെ വ്യാപാരികൾ, ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, അതുപോലെ എന്താ പരിചാരകർ, അടിമകൾ തുടങ്ങിയവരായിരുന്നു എവിടെ വസിച്ചിരുന്നത്, അർബൻ പോപ്പുലേഷൻ. അതായത് നഗരവാസികൾ. നഗരത്തിൽ ആരൊക്കെയായിരുന്നു ജീവിച്ചിരുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കി, ഇതൊരു ഇമ്പോർട്ടന്റ് മാപ്പ് ആണിത്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ കഴിഞ്ഞ 6th സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്ന വർക്ക്ഷീറ്റിൽ കൊടുത്തിരുന്ന ഒരു ഭാഗമാണിത്. മേജർ ട്രേഡ് സെന്റേഴ്സ് ഇൻ മിഡിവൽ ഇന്ത്യ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഓക്കെ, ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. എവിടെയൊക്കെയായിരുന്നു നമ്മളിപ്പോ കണ്ടല്ലോ, എവിടെയൊക്കെയായിരുന്നു പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന്. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വർക്ക്ഷോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, തൊഴിൽ കേന്ദ്രങ്ങൾ. അടുത്ത് നോക്കിയേ, ബെർണിയർ ഇന്ത്യയിൽ വന്നപ്പോൾ എന്താ കണ്ടത്, ബിഗ് റൂംസ് where Karkhanas function are found in many places. അദ്ദേഹം കണ്ട കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എന്താ കണ്ടത്, കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. എംബ്രോയിഡേഴ്സ് വർക്കിംഗ് അണ്ടർ എ സൂപ്പർവൈസർ ആർ ഫൗണ്ട് ഇൻ വൺ റൂം. അതായത് ഒരു മുറിയില് മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെയും ഇവിടെ കാണാം. ഗോൾഡ് സ്മിത്ത് ഇൻ അനദർ. മറ്റൊന്നിൽ എന്താണ്, സ്വർണ്ണപ്പണി എടുക്കുന്നവര്. ഡയേഴ്സ് ആൻഡ് കോബ്ലേഴ്സ് വർക്ക് ഇൻ ഡിഫറെന്റ് റൂംസ്. അതുപോലെ തന്നെ ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും ഒക്കെ വെവ്വേറെ മുറികളിലായിരുന്നു പണി ചെയ്തിരുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, കാർഖാനയുടെ ഒരു പിക്ചർ ആണ്, ഒരു പെയിന്റിംഗ് ആണ് നമുക്ക് ഇവിടെ കാണാം. എന്താണ് കാർഖാന? Given above is the description by Bernier, the French traveler, about the workshops and the occupational groups. അതായത് നമുക്ക് ഈ മുകളിൽ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്താണ്, ബെർണിയർ എന്ന ഫ്രഞ്ച് സഞ്ചാരി തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭാഗങ്ങളെയും കുറിച്ച് വിവരിക്കുന്നതാണ് നമുക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ കാർഖാന എന്ന് പറയുന്നത്? നോക്കി, ഈ കാർഖാന എന്ന് പറഞ്ഞാൽ എന്താണ്, the centers that produced and supplied goods for the palaces of the Mughal kings and nobles. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എന്താണ് കാർഖാന എന്ന് ചോദിച്ചാൽ. അപ്പൊ എന്താണ് കാർഖാന? മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളായിരുന്നു എന്ത്, കാർഖാനകൾ. ഇവിടെയായിരുന്നു എല്ലാ സാധനങ്ങളും, പല ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കുന്ന എവിടെയാണ്, കാർഖാനകളിൽ പല റൂമുകളുണ്ട് അല്ലെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ബിഗ് റൂംസ് എവിടെയുണ്ട്, കാർഖാനകളുണ്ട്. ഓരോ റൂമിലും ഓരോ തൊഴിലുകളാണ് അല്ലെ. ഒരു റൂമിൽ എംബ്രോയിഡേഴ്സ് ആണെങ്കിൽ മറ്റൊരു റൂമില് സ്വർണ്ണപ്പണിക്കാരായിരിക്കും. അപ്പുറത്തെ റൂമിൽ എന്തായിരിക്കും, ഈ തുണിക്കൊക്കെ നിറം കൊടുക്കുന്നവരായിരിക്കും. മറ്റൊരു റൂമിൽ എന്താണ്, ചെരുപ്പ് നന്നാക്കുന്ന കോബ്ലേഴ്സ് ആയിരിക്കും. അങ്ങനെ ഓരോ റൂമും
ഉള്ള വലിയൊരു സ്ഥലമാണ്, ഒരു വർക്ക്ഷോപ്പ് ആണ് എന്ത്, കാർഖാന. ഓക്കെ, ഇവിടെ നിന്നാണ് സാധനങ്ങൾ ഉണ്ടാക്കി കൊട്ടാരങ്ങളിലേക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോഷ്യൽ ലൈഫ് അന്നത്തെ കാലഘട്ടത്തില്, മധ്യകാലഘട്ടത്തിൽ ജനജീവിതം എങ്ങനെയാണെന്ന് നോക്കാം. Listen to the description about the social life in India by Tavernier, the French traveler who visited India during the Mughal period. അടുത്ത നോക്കിയേ, മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ആര്, ടവർണിയർ. ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്ന നമുക്കൊന്ന് നോക്കിയാലോ. എന്താണ് ടവർണിയർ പറഞ്ഞത് ഇന്ത്യയെക്കുറിച്ച്? The lifestyle, dressing and food habits are extensively varied across India. നോക്കിയേ, ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണ രീതിക്കും ഒക്കെ കാര്യമായ വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അത് സത്യമല്ലേ, ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അല്ലെ. നമ്മളിപ്പം ഡൽഹി പോവുകയാണെങ്കിൽ, കൽക്കട്ട പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ എവിടെയൊക്കെയാ, ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തമിഴ്നാടു, മുംബൈ, ഓരോ സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ എന്തായിരിക്കും നമ്മൾ കാണുന്നത്? അവിടുത്തെ ഭാഷ വ്യത്യസ്തമായിരിക്കും അല്ലെ. അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ വ്യത്യാസമായിരിക്കും, അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ഭക്ഷണ രീതികൾ വ്യത്യാസമായിരിക്കും. അത് തന്നെയാണ് പണ്ട് ആര് കണ്ടത്? ടവർണിയർ ഇന്ത്യയെ കുറിച്ച് കണ്ട കാര്യങ്ങളാണ്. Extravagantly, colorfully dressed people and those sparsely clad were also found here. അതായത് ആവശ്യത്തിലേറെ വർണ്ണങ്ങളുള്ള, നല്ല നിറമുള്ള വസ്ത്രം ധരിക്കുന്നവർ എവിടെ ഉണ്ട്? ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവർ എവിടെ കണ്ടു? ഇന്ത്യയിൽ കണ്ടു. ഓക്കെ, സോ എല്ലാ ടൈപ്പ് ആളുകൾ എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിൽ ഉണ്ടെന്നാണ് ആര് പറഞ്ഞത്? ടവർണിയർ പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തില് ഡൈവേഴ്സ് ആയിരുന്നു അല്ലെ, വൈവിധ്യമാർന്നതായിരുന്നു. What information about the social life of the period can be obtained from the description? അതായത് ഈ വിവരണത്തിൽ നിന്ന് അന്നത്തെ സാമൂഹിക ജീവിതത്തെ കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? Social and economic inequalities existed among the people back then. യെസ്, നമുക്ക് എന്ത് മനസ്സിലാക്കാം? അന്നത്തെ കാലത്ത് തന്നെ സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു. അവ എന്തൊക്കെയാ നമുക്കൊന്ന് നോക്കിയാലോ. ലെറ്റ്സ് സീ. Social status was determined on the basis of caste, occupation and wealth. അതായത് അന്നത്തെ കാലത്ത് സാമൂഹിക പദവികൾ എങ്ങനെയാണ് നിർണയിക്കപ്പെട്ടിരുന്നത്? അവരുടെ ജാതിയും അവരുടെ തൊഴിൽ അല്ലെങ്കിൽ ഉദ്യോഗം, അവരുടെ ഒക്യുപ്പേഷനും പിന്നെന്താ അവരുടെ സമ്പത്തൊക്കെ നോക്കിയായിരുന്നു അവരെ സാമൂഹിക പദവികൾ നിർണയിക്കപ്പെട്ടിരുന്നത്. ഓക്കെ, കിങ്സ്, ലോർഡ്സ്, പ്രീസ്റ്റ്, ഓഫീസേഴ്സ് എക്സെട്ര എൻജോയ്ഡ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. ഇവരൊക്കെ എന്തായിരുന്നു? അതായത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെ എന്തായിരുന്നു? ഉയർന്ന സാമൂഹിക പദവിയായിരുന്നു അനുഭവിച്ചിരുന്നത്. ഓക്കെ, those who engaged in agriculture and handicraft belong to lower social strata. പക്ഷെ നോക്കിയേ, കൈത്തൊഴിലുകൾ ഏർപ്പെട്ടവരും അതുപോലെ കൃഷിയിൽ ഏർപ്പെട്ടിരുന്നവരൊക്കെ എന്താണ്? സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ളവരായിരുന്നു. ഓക്കെ, ലോവർ സോഷ്യൽ സ്ട്രാറ്റ. Each caste had its own customs and rituals. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. Evil customs like the sati and child marriage prevailed. അന്നത്തെ കാലത്ത് എന്തുണ്ടായിരുന്നു? മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയില് സതിയും ശൈശവ വിവാഹവും ഒക്കെ അങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ നിലനിന്നിരുന്നു. പ്രിവെയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിന്നിരുന്നു. ഓക്കെ, ഇന്ത്യ ദ അബൌഡ് ഓഫ് നോളജ്. വിജ്ഞാന കേന്ദ്രമായ ഇന്ത്യ. ഇന്ത്യയിൽ വേറെ എന്തൊക്കെയുണ്ട്? വിജ്ഞാന കേന്ദ്രമായിരുന്നു ഇന്ത്യ. നോളജിന്റെ ഒരു അബൌഡ് ആയിരുന്നു ഇന്ത്യ. വി ദ ഇന്ത്യൻസ് ക്യാൻ സ്പീക്ക് എനി ലാംഗ്വേജ്. അതായത് നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാകും. ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അതേഴ്സ് ടു മാസ്റ്റർ അവർ ലാംഗ്വേജ്. പക്ഷേ എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻസ് ഡു നോട്ട് ഗോ അബ്രോഡ് ഇൻ സെർച്ച് ഓഫ് നോളജ്. ഇറ്റ് ഈസ് ദ പീപ്പിൾ ഫ്രം അതർ കൺട്രീസ് ഹു കം ടു ഇന്ത്യ. നോക്കിയ അമീർ ഖുസ്രാവ് ഇന്ത്യയെ കുറിച്ച് പറയുന്നതാണ്. എന്താ പറഞ്ഞത്? ഇന്ത്യക്കാര് വിജ്ഞാന സമ്പന്നം നേടാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ദ പീപ്പിൾ ഫ്രം അതർ കൺട്രീസ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വിജ്ഞാനത്തിന് വേണ്ടി വരുന്നത്. ചെസ്, ദ പഞ്ചതന്ത്ര സ്റ്റോറീസ് ആൻഡ് മാത്തമാറ്റിക്സ് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇന്ത്യ ടു ദ വേൾഡ്. അതായത് ചെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, എത്ര പേർക്ക് അറിയാം ചെസ് കളിക്കാൻ? ചതുരംഗം, പിന്നെന്താ പഞ്ചതന്ത്ര കഥകൾ, സംഖ്യാശാസ്ത്രം, മാത്തമാറ്റിക്സ്, ഇതൊക്കെ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണെന്നാണ് അമീർ ഖുസ്രാവ് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ തീരുവാണ്. നിങ്ങളെ ബോർ അടുപ്പിച്ചോന്ന് എനിക്ക് അറിയത്തില്ല, അടുപ്പിച്ചെങ്കിൽ സോറി കേട്ടോ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. നോക്കി എന്താണെന്ന്. These are the words of Amir Khusrau, the poet who lived during the Sultanate period. ഇപ്പോൾ നമ്മൾ വായിച്ച ആ ഒരു ഭാഗമുണ്ടല്ലോ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞേ, അത് സൽത്തനേറ്റ് കാലത്ത് ജീവിച്ചിരുന്ന കവി അമീർ ഖുസ്രവിന്റെ വാക്കുകളാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. ഓക്കെ, what can you comprehend from this description about the advancement in learning in India? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇന്ത്യയുടെ വിജ്ഞാന പുരോഗതിയെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? We have discussed
Nalanda University in the previous class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് കണ്ടിരുന്നു? നളന്ദ സർവകലാശാലയെ കുറിച്ച് കണ്ടായിരുന്നു. Several education centers existed in medieval India as well. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലും പല വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. Students from different parts of the world flocked to these centers in search of knowledge. അതായത് ലോകത്തിൽ നിന്ന് പലയിടങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാകേന്ദ്രങ്ങളിൽ അറിവ് തേടിയെത്തി. The educational centers in Banaras, Agra, Lahore, Kanchi, Mathura and Delhi were remarkable among them. അതായത് ഇവയിൽ ഭയങ്കര ശ്രദ്ധേയമായ റിമാർക്കബിൾ ആയിട്ടുള്ള കേന്ദ്രങ്ങൾ, വിദ്യാകേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുരൈ, ഡൽഹി. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം 6ാം ക്ലാസ്സിന്റെ വർക്ക്ഷീറ്റിൽ ഇത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. Astronomy and mathematics advanced during the period. അതായത് ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും എന്നീ വിജ്ഞാന ശാഖകൾ അക്കാലത്ത് പുരോഗതി നേടി. ലീലാവതി ബൈ ഭാസ്കരാചാര്യ വാസ് എ ഫേമസ് വർക്ക് ഇൻ മാത്തമാറ്റിക്സ്. അതായത് ഭാസ്കരാചാര്യ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. ഒബ്സർവേറ്ററീസ് were established in ജയ്പൂർ, ഡൽഹി, ഉജ്ജയിൻ ആൻഡ് ബനാറസ്. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഡൽഹിയിലും ജയ്പൂരിലും ഉജ്ജയിനിലും ബനാറസിലും ഒക്കെ എന്തുണ്ടായിരുന്നു? വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. Several texts were translated into Persian. പല കൃതികളും, നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടിരുന്നു. ഓക്കെ, സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. പേടിക്കാനൊന്നും ഇല്ലല്ലോ, അപ്പൊ എല്ലാം മനസ്സിലായി കാണുമല്ലോ. ഒന്നുമില്ല, കണ്ടില്ലേ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. സോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ എന്നെ ലൈക്കും കമന്റും ചെയ്ത് അറിയിക്കാം. സോ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ലെറ്റേഴ്സ് ആൻസേഴ്സ് എല്ലാം കൂടി ഉൾപ്പെടെയുള്ള ഒരു വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മറക്കാതെ നിങ്ങൾ വിക്ടേഴ്സ് ക്ലാസ്സിലെ വർക്ക്സ് കാണാൻ വേണ്ടി എന്റെ സെക്കൻഡ് ചാനലായ കേരള സിലബസ് ടോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റാൻഡേർഡ് 6 പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി നിങ്ങൾക്ക് ഡെയിലി അതാത് ദിവസത്തെ വർക്കുകൾ അതാത് ദിവസത്തിന് തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.